പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിക്രമും പ്രകാശനും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്നും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുമുള്ള കാര്യം കാർത്തിക ലക്ഷ്മിയെ അറിയിച്ചിരിക്കുകയാണ്. പ്രകാശൻ തന്റെ മകന്റെ കൂടെ കൂടി ഇപ്പോൾ ഗുണ്ടകളെ ഇറക്കാനാണ് സാധ്യത എന്നും മാത്രവുമല്ല ലക്ഷ്മി കോടതിയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അയാൾ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ലക്ഷ്മി, എനിക്ക് അവരെ പേടിയൊന്നുമില്ല, അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എന്തിനാണ് അവരെ പേടിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അമ്മയെ നഷ്ടപ്പെടും എന്നുള്ള പേടി എനിക്കുണ്ട്. അമ്മ ഇല്ല എങ്കിൽ ഈ ലോകത്ത് പിന്നെ ആരാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത്? അമ്മ ആ കാര്യം ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഞാൻ ഈ ലോകത്തു നിന്ന് പോയാലും നിന്നെ സഹായിക്കാനും നിന്റെ കൂടെ നിൽക്കുന്നതിനും വേണ്ടി കല്യാണിയും കിരണും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് നിന്നെ അത്രയധികം ഇഷ്ടമാണ്. കല്യാണി നിന്റെ ചേച്ചി അനിയത്തിയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നതിന് അവൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതാണ് എൻ്റെ ഏക ധൈര്യമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അമ്മയില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. എനിക്ക് അമ്മയെ നഷ്ടപ്പെടാൻ പറ്റില്ല. അത്രയധികം എനിക്ക് അമ്മയെ ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല നിന്നെ സുരക്ഷിതമായ ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കണം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ലക്ഷ്മി കാർത്തികയോട് ഞാൻ അയാളുടെ തന്ത്രങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ മുന്നിലേക്ക് പോകാം എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ഇതോടെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കാർത്തികയ്ക്ക്. മാത്രവുമല്ല ഇനി പ്രശ്നങ്ങൾ നേരിടാൻ തന്നെയാണ് ഞാനും തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് കാർത്തിക തീർത്ത് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം വിക്രമിന്റെ നീക്കങ്ങൾ വീക്ഷിക്കുന്നതിനായി തയ്യാറാവുകയാണ് കിരൺ. മാത്രവുമല്ല ഇതേ തുടർന്നാണ് വിക്രം പുതിയൊരു ഗുണ്ടയെ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ കിരൺ ഉടൻ തന്നെ കാർത്തികയെ ഫോൺ ചെയ്തിരിക്കുകയാണ്. കാർത്തികയോട് വിക്രമിന്റെ ഭാഗത്ത് നിന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും അവൻ പുതിയൊരു ഗുണ്ടയെ മീറ്റ് ചെയ്തതായി അറിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു. മിക്കവാറും ഇത് കൊട്ടേഷൻ തന്നെ ആകാനാണ് സാധ്യത. പ്രകാശനായിരിക്കണം ഇതിന് പിന്നിൽ കളിച്ചത് എന്നും അതുകൊണ്ട് തന്നെ അമ്മയോട് സൂക്ഷിക്കണമെന്നുള്ള കാര്യം പറയണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന്, ഞാൻ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞതാണ്. അമ്മയാണ് എങ്കിൽ അതെല്ലാം നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, വിക്രമിനെ അത്ര നിസ്സാരക്കാരനായി കാണരുത് എന്നും അവന്റെ കണക്ഷൻസ് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഇതിനിടയിലാണ് പ്രകാശനോട് കാര്യങ്ങൾ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് വിക്രം ചെന്ന് അറിയിക്കുന്നത്. ഇതോടെ ഇനി പേടിക്കാനില്ല എന്ന് പ്രകാശൻ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായ ദുരന്തം നടക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.